ദിവ്യയുടെ ക്രൈം പാർട്ണറാണ് പൂർണിമ ഇന്ദ്രജിത്ത്. അതെയോ? കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും. കുരുത്തക്കേടുകളും നമ്മളൊക്കെ നല്ല കുട്ടികളായിരുന്നു. മാഷിനായി അങ്ങനെ ചീത്തയൊന്നും കേട്ടിട്ടില്ല. സ്കൂൾ യുവജനോത്സവ സമയത്ത് പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ പൈസ ചോദിച്ചു എന്ന് പറയുന്നത്. നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്രാഫ്റ്റ് അല്ലേ? അതെ. അപ്പോ അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സമയം കൊണ്ട് തന്നെയാണ് നമ്മളുടെ പേര് അവിടെ വരുന്നത് അല്ലേ? വീടിന് തൊട്ടടുത്തായിരുന്നു അന്ന് രഞ്ജിനി ഹരിദാസും താമസിച്ചിരുന്നതൊക്കെ. തൊട്ടപ്പുറത്തെ വീട്ടിലായിരുന്നു. ഓക്കെ. പക്ഷെ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ മിസ് കേരള ആണോ സെക്കൻഡ് ആണോ എന്ന് അറിയില്ല. അതൊരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആയിരുന്നു കേരളത്തിന്. ചിപ്പി ചേച്ചിയും രഞ്ജിത്തേട്ടനും അവരുടെ അഫെയറിന്റെ സമയത്തും ദിവ്യ അവരുടെ ഒരു കട്ടുറുമ്പായിട്ട് അവരുടെ ഇടയിലുണ്ടായിരുന്നു. അവരുടെ അപ്പൊ എന്താ അവിടെ കട്ടുറുമ്പ് തരം കൊപ്പിച്ച് വെച്ചത്? അല്ല, അത് കട്ടുറുമ്പാണെന്ന് നമ്മൾ അറിയണവര് കല്യാണം കഴിക്കുമ്പോഴല്ലേ. ലാലേട്ടൻ ശോഭന ചേച്ചി മൂവി വരാൻ പോണത് തുടരും. അതിന്റെ അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കോമ്പിനേഷൻ വീണ്ടും വരികയാണ്. എല്ലാവരും മലയാളികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പൊ ആ മൂവി. ഇനിയിപ്പോ കുറച്ച് നാൾക്ക് ശേഷം നമുക്കും അറിയാൻ പറ്റുമോ ഇനി ദിവ്യ വരണു രഞ്ജിത്തേട്ടന്റെ സിനിമയിലൂടെ? ഗുരുവായൂർ ഞാൻ ഈ കുഞ്ഞു വയറ്റിലുള്ളപ്പോ ഞാൻ പ്രഹ്ലാദന്റെ കഥ ചെയ്തു. അപ്പൊ സ്റ്റേജിൽ ആക്ച്വലി എനിക്ക് അങ്ങനെ മൂവ്മെന്റ് ഫീൽ ചെയ്യണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ചെറിഷ് ചെയ്യാനുള്ള മെമ്മറി. കാരണം അത് അതിന്റെ വാല്യൂ തന്നെ ഈ വയറ്റില് കിടന്ന് കഥ കേട്ടിട്ട് വിഷ്ണുവിന്റെ അങ്ങനെയാണല്ലോ, പ്രഹ്ലാദന്റെ സ്റ്റോറി തന്നെ അങ്ങനെയാണ്. നിന്റെ പരീക്ഷ എത്തിയേ അതോർത്ത് വേവലാതി വേണ്ടച്ച. അവളുടെ പഠിത്തം ടീച്ചിങ് കാർഡ് നോക്കിക്കോളൂ. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. ഇതിനിടയിൽ ചെറുപ്പത്തില് ദിവ്യയുടെ ഒരു ക്രൈം പാർട്ണർ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റാരുമല്ല, പൂർണിമ ഇന്ദ്രജിത്ത്. അതിങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്? അത് ഗോപി മാഷിന്റെ കലാമണ്ഡലം ഗോപിനാഥ് എൻ്റെ ഗുരു. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകള് പൂർണിമയുടെ അമ്മയുടെ അവരുടെ ഒരു ബിൽഡിങ്ങിലാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പൊ ആന്റിയൊക്കെ എനിക്ക് പ്രിയ ആണെങ്കിലും അറിയാം. അങ്ങനെയാണ് കണക്ഷൻ. പിന്നെ കുറച്ചു നാള് പഠിച്ചിരുന്നു, നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അമ്മയുടെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ തൊട്ട് അറിയാവുന്ന ഫാമിലിയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ക്രൈം പാർട്ണർ എന്നാണ് ഞാൻ കേൾക്കണത്. അതെന്താ അങ്ങനെ? അതെന്താണെന്ന് എനിക്കറിയില്ല. അറിയില്ല. ദിവ്യയുടെ ക്രൈം പാർട്ണറാണ് പൂർണിമ ഇന്ദ്രജിത്ത്. അതെയോ? അതെന്താണെന്ന് അറിയില്ല. കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും. പറയാഞ്ഞിട്ടാവും ദിവ്യ. കുരുത്തക്കേടുകളും നമ്മളൊക്കെ നല്ല കുട്ടികളായിരുന്നു. മാഷിനായി അങ്ങനെ ചീത്തയൊന്നും കേട്ടിട്ടില്ലാത്ത കുട്ടികളായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഡാൻസിന്റെ കാര്യത്തില്. പിന്നെ ഇനി വേറെ എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. കുട്ടികളല്ലേ, എന്തെങ്കിലുമൊക്കെ. പക്ഷെ ഡാൻസ് ആയിരുന്നു എല്ലാത്തിന്റെയും ബേസ്. ഡാൻസ് ആയിരുന്നു നമ്മളെല്ലാരും. ഡാൻസിന്റെ അതേപോലെ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തായിരുന്നു അന്ന് രഞ്ജിനി ഹരിദാസും താമസിച്ചിരുന്നതൊക്കെ. തൊട്ടപ്പുറത്തെ വീട്ടിലായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു അയൽവാസിയും കൂടെ ആയിരുന്നു രഞ്ജിനി. അവരുടെ ഫാമിലി ആയിട്ടും നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ രഞ്ജിനി മിസ് കേരള ആയ സമയത്ത് ദിവ്യാണോ അന്ന് ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തത്, അല്ല MC ചെയ്തത് എന്തോ? ഓക്കെ. അത് അന്നത്തെ MC ഞാനായിരുന്നു. ഓക്കെ. ആ ഒരു ഫീലിംഗ്, നമ്മൾ MC ചെയ്യാനായിട്ട് നിൽക്കുന്നു, നമുക്ക് അത്രയും നെയ്ബർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പരിചയമുണ്ട്. അപ്പൊ ആ ഒരു കുട്ടി അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അവര് വിൻ ചെയ്യണു. അതാ പേര് കാണുമല്ലോ, നമ്മൾക്ക് കാണാമല്ലോ. അതെ, അനൗൺസ് ചെയ്യണതിന് മുമ്പേ നമുക്ക്. അപ്പൊ ഞാനിങ്ങനെ ഞാൻ പറയണം ഫസ്റ്റ് എനിക്ക് അങ്ങനത്തെയൊക്കെ അന്ന്. പക്ഷെ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ മിസ് കേരള ആണോ സെക്കൻഡ് ആണോ എന്ന് അറിയില്ല. അതൊരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആയിരുന്നു കേരളത്തിന്. മിസ് കേരള എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു ഇവന്റ്. അപ്പൊ വളരെ നമ്മൾ സാധാരണ കാണുന്നതിലും വേറൊരു രീതിയിലുള്ള ഗ്രൂമിങ്ങും നമ്മളെ പ്രസന്റ് ചെയ്യുന്നത്. അതായത് ആങ്കർ ആണെങ്കിൽ പോലും ഔട്ട്ഫിറ്റും സ്റ്റൈലിങ്ങും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇവന്റ് ആയിരുന്നു അത്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിന്റെ ഒരു ഭാഗമാവലും പിന്നെ റൗണ്ട്സ് അവതരിപ്പിക്കലൊക്കെ. എനിക്ക് ഓർമ്മയുണ്ട്. അതിനു വേണ്ടി ഒരു 2 ദിവസത്തോളം ഉണ്ടായിരുന്നു ഞാൻ അവിടെ. അപ്പൊ അതിലെനിക്ക് പാർട്ടിസിപ്പൻസിൽ എനിക്ക് രഞ്ജിനിയാണ് അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയോ? ഞാനിനി ഒന്നും, കാരണം അത് ഒരു ജോയ് അല്ലേ എങ്ങനെ പേര് പറയുമ്പോൾ ഒരു അതിന്റെ കളഞ്ഞില്ല. ഇല്ല സർപ്രൈസ് സാധനം കളഞ്ഞില്ല, മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി. അതെ. പക്ഷെ അതിനുശേഷം രഞ്ജിനിയുടെ ഒരുപാട് ഷോസിലൊക്കെ ഞാനും ഗസ്റ്റ് ആയിട്ടൊക്കെ പോയപ്പോഴും പിന്നെ നെയ്ബേഴ്സ് ആണ്. അതെ.
ഓൾമോസ്റ്റ് എന്നും എന്ന് പറഞ്ഞ പോലെ കാണാറുള്ളതാണ്. ഒരേ സ്കൂളിലല്ല നമ്മള്, പക്ഷെ എന്നാലും തൊട്ടടുത്ത വീടാണ്. വീട്. ഓക്കെ. ഇനി അതിനകത്ത് വേറൊരു കഥ ഞാൻ കേട്ടത്, ചിപ്പി ചേച്ചിയും രഞ്ജിത്തേട്ടനും അവരുടെ അഫെയറിന്റെ സമയത്തും ദിവ്യ അവരുടെ ഒരു കട്ടുറുമ്പായിട്ട് അവരുടെ ഇടയിലുണ്ടായിരുന്നു. അവരുടെ അപ്പൊ എന്താ അവിടെ കട്ടുറുമ്പ് തരൊക്കെ ഒപ്പിച്ച് വെച്ചത്? അല്ല, അത് കട്ടുറുമ്പാണെന്ന് നമ്മൾ അറിയണവര് കല്യാണം കഴിക്കുമ്പോഴല്ലേ, ഇൻവിറ്റേഷൻ വരുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. ദിവ്യക്ക് അതിന് മുന്നേ മനസ്സിലായില്ലേ? ഇവര് ഒരു ക്ലൂ തന്നില്ലേ? ഇല്ലില്ല, ചിപ്പി ചേച്ചിയൊക്കെ സൂപ്പർ ആക്ടിങ് ആയിരുന്നു. രഞ്ജിത്തേട്ടനും വളരെ സൂപ്പർ ആക്ടിങ് ആയിരുന്നു. ഇതിനിടയിലുണ്ടായിട്ട് ദിവ്യക്ക് മനസ്സിലായതേ ഇല്ല. ഒരു വരുന്നുണ്ട് എന്തോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അവര് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞേ എന്താണ്? അന്ന് അവര് രണ്ടുപേരും കൂടെ കല്യാണം വിളിക്കാൻ വരുന്നത്. ഞാൻ പറഞ്ഞു ആരുടെ കല്യാണം? അപ്പോഴാണ് പറഞ്ഞു ഇവര് രണ്ടുപേരും കല്യാണം കഴിക്കാൻ. അപ്പോഴേ ഞാൻ അറിഞ്ഞുള്ളൂ, എനിക്കറിയില്ലായിരുന്നു ഇവര് അങ്ങനെ ആണോ. അപ്പൊ ഒരു ക്ലൂ പോലും അവരിട്ടില്ല. ഒരു ക്ലൂ ഇല്ലായിരുന്നു. എന്തൊരു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഒന്നും അറിയില്ലായിരുന്നു ആയിരുന്നല്ലേ. അവര് നല്ല ക്ലീൻ ആയിട്ട്. ഇതുപോലെ വളരെ അച്ഛന്റെ അടുത്താണെങ്കിൽ ആദ്യത്തെ കല്യാണ സൗന്ദര്യം സിനിമ തൊട്ടിട്ട് അറിയാം. അതിന് ശേഷം ഒരുപാട് സിനിമകൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ രഞ്ജിത്തേട്ടനും വളരെ ക്ലോസ് ആണ് ഫാമിലി ആയിട്ട്. നേരത്തെ ചോദിച്ച ഈ ചേട്ടൻ എന്നുള്ള പോലെ, അത് സിനിമയിൽ വർക്ക് ചെയ്യണ സമയത്തൊക്കെ അച്ഛന്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് നമ്മളുടെ ഒരു വീട്ടിലെ അംഗത്തിന്റെ പോലെ തന്നെയാണ്. അതിപ്പോഴും അതെ. നമ്മൾ ഇതിപ്പം ന്യൂസ് ദിവ്യക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ അവര് തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന്. പിന്നീട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ നമ്മള് എന്നാലും ഞാൻ അറിഞ്ഞില്ലല്ലോ ഇവര് തമ്മിൽ തന്നെ പറഞ്ഞു ഇത് എങ്ങനെ. ഞാൻ ചേച്ചിയോടും ചോദിച്ചു, ചേട്ടനടുത്തും ചോദിച്ചു. ചേച്ചിക്ക് ഒരു ചിരി ഉണ്ടല്ലോ, ചിരിയാണ്, അങ്ങനെ ഒരു ചിരിയാണ്. ആണോ എന്നാ കൈ കണ്ണൊക്കെ വീഴ്ച ഇങ്ങനെ ചോദിച്ചതല്ലാണ്ട് അല്ല. രണ്ടുപേരും വളരെ സുന്ദരമായിട്ട് വഴുതി മാറി, എന്നാലും നമുക്ക് അറിയില്ലായിരുന്നു. അല്ല, അപ്പൊ എപ്പോഴെങ്കിലും ദിവ്യ ചോദിച്ചോ നിങ്ങൾ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് പിന്നീട് നമ്മളിങ്ങനെ അറിഞ്ഞു കഴിയുമ്പോഴേ? ഞാൻ എണ്ണി ചോദിച്ചു. അപ്പൊ ഞാൻ അന്ന് അതെ, അപ്പൊ ഇന്ന് മറ്റൊരിത് അങ്ങനെ അല്ല, അപ്പൊ ഇവിടെ അങ്ങനെ ഇങ്ങനെ. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ചേട്ടനാണ് ലൊക്കേഷനിലുള്ളത്. ചേച്ചി ഒരു പക്ഷെ ഫോണിലോ എങ്ങനെയെങ്കിലും ആയിരുന്നായിരിക്കും. അപ്പൊ ഞാൻ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി സോറി ചേച്ചി, ഞാൻ അറിഞ്ഞില്ല. ഒരിടത്തും പിടികിട്ടിയില്ല, അത്ര ഇതിലായിട്ട് അങ്ങ് പോയി. പിന്നീട് ഇങ്ങനെ അറിയുമ്പോ നമ്മള് അതുകൊണ്ടായിരിക്കും ചേട്ടൻ ഒരുപക്ഷെ അവിടെ ഇന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ നമ്മൾ റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് എന്തിനെങ്കിലും ആവശ്യം, ഇപ്പോ ഷൂട്ട് ഇവിടെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഡേറ്റ് ക്ലാഷ് അങ്ങനെ എന്ത് സംസാരം എന്റെ അടുത്തല്ല, അച്ഛനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണേ എങ്കിൽ പോലും വിളിക്കുമ്പോ എന്താണ് ഓക്കെ ഉണ്ണിച്ചേട്ടാ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഉടനെ ആ ഡിസ്കഷനിലേക്ക് വരും. അല്ലാണ്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി ഫോണിൽ സംസാരിക്കണം അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എന്താ രഞ്ജിത്തേട്ടൻ്റെ അല്ലേ ഇപ്പൊ ലാലേട്ടൻ ശോഭന ചേച്ചി മൂവി വരാൻ പോണത്, തുടരും. അതിന്റെ അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കോമ്പിനേഷൻ വീണ്ടും വരികയാണ്. എല്ലാവരും മലയാളികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പൊ ആ മൂവി. ഇനിയിപ്പോ കുറച്ച് നാൾക്ക് ശേഷം നമുക്കും അറിയാൻ പറ്റുമോ ഇനി ദിവ്യ വരണു രഞ്ജിത്തേട്ടന്റെ സിനിമയിലൂടെ? അങ്ങനെ വരട്ടെ അല്ലേ, വരട്ടെ. നല്ലൊരിതായിട്ട്. പിന്നെ സെറ്റിലും കാര്യങ്ങളിലൊക്കെ ഞാൻ കേട്ട വേറൊരു കാര്യം, ദിവ്യയുടെ വലിയൊരു ഇതാണ് ദിവ്യ ചെവി അനക്കുന്നത്. ഇതൊക്കെ പൊക്കിക്കൊണ്ട് വരും. ചെന്ന് ചെവി മുടിയൊക്കെ ഒന്ന് മാറ്റിട്ട് നമ്മുടെ ക്യാമറകളിലേക്ക് പതിയട്ടെ. ചെവി ഒന്ന് അനക്കി. ചെവി അനക്കണതോ? ചെവി ഇങ്ങനെ അനക്കും. ഞാനും ചെയ്യും. അല്ല, എന്നാലും ചിലർക്ക് ചെയ്യാൻ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ചിലർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ സെറ്റിൽ ഇങ്ങനത്തെ കുറെ ഫണ്ണി ഇതൊക്കെ ആയിട്ട്, അന്ന് കുറെ കൂടെ യങ്ങല്ലേ, അപ്പൊ കുറുമ്പുതരൊക്കെ ആയിട്ട് ഈ ചെവി അനക്കിയിട്ടും എന്തൊക്കെയോ അങ്ങനത്തെ കുറെ മെമ്മറീസ് ഒക്കെ ഉണ്ടാവില്ല. നമ്മളിത് ചെയ്യാൻ പഠിക്കുകയാണല്ലോ, ഇത് സ്കില്ലെന്നൊക്കെ ഇപ്പൊ പറയാം. പക്ഷെ ഇത് എപ്പോഴാണ് ശരി ഇത് പഠിച്ചതെന്ന് അറിയില്ല. ഇപ്പൊ നോക്കുമ്പോ ഇതിങ്ങനെ അനങ്ങളുണ്ട്. പിന്നെ അത് ചെയ്ത് അതിങ്ങനെ അനങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞിപ്പോ ഷോർട്ട് വയ്ക്കുമ്പോ റിയാക്ഷനിലൊക്കെ ഷോക്ക് എന്നൊക്കെ പറയുമ്പോ ഇത് ടിങ് എന്ന് പറഞ്ഞു പോകും, റീടേക്ക് വരും. അപ്പൊ അയ്യോ ഇതെന്തിനാ ഇത് ശീലിച്ചതെന്നായി പോയിട്ടുണ്ട്. അറിയാണ്ട് കയറി കൂടുന്നതാണ് ഇതായിട്ട് ഓരോ ഇതൊക്കെ ആയിട്ട്. ഓക്കെ, ശരി. ഇനി നമുക്ക് കൂടെ വർക്ക് ചെയ്ത് നമുക്ക് ഡയറക്ടേഴ്സിനെ കുറിച്ചും കൂടെ പറയാം. അതിനകത്ത് പ്രത്യേകം നമ്മൾ പറയേണ്ട ഒന്നാണ്, ഭരതൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. ഐവി ശശി സാറിന്റെ കൂടെ പറ്റി. അവരുടെ ഭരതൻ സാറിന്റെ തന്നെ അവസാനത്തെ മൂവിയായിരുന്നു ചുരം.
എന്റെ ഓർമ്മയില് അതെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം ചെയ്ത്. റിലീസ് ആയതില് അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയും കൂടെ റിലീസ് ആയി തോന്നുന്നു, തെലുങ്ക് ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ. പക്ഷെ ഇവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ പൊതുവെ എല്ലാവരും പറയും ഇവർ ഭയങ്കര മുനിശുണ്ടിക്കാരാണ്, ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരാണ്, എല്ലാവർക്കും പേടിയാണ് ഇവരോട് അടുക്കാനും സംസാരിക്കാനും ഒക്കെ. ദിവ്യ അവരുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളെന്ന രീതിയിൽ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ആ ഒരു? ഇല്ല, ഭരത് സാറിന് അങ്ങനെ ദേഷ്യമോ ശുണ്ഠിയോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇല്ല. വളരെ കാമാണ്. സെറ്റിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രീതിയും ഒക്കെ വളരെ കാമാണ്. ശശി സാറ് വളരെ ഫാസ്റ്റ് ആയിട്ട് വർത്താനം പറയണം. അപ്പൊ ഇങ്ങനെ ധൃതിയില വർത്താനം പറയണം. മനസ്സിലാവാതെ പോയിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ലില്ല, ഇങ്ങനെ നമുക്ക് തന്നെ ധൃതി വരും ചിലരുടെ വർത്താനത്തിന്റെ സ്പീഡ് കേൾക്കുമ്പോഴേ. അപ്പൊ അങ്ങനെയാണ് സാർ. അപ്പോ സാർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മള് വളരെ അലേർട്ടായിട്ട് ഇങ്ങനെ നിക്കും. പക്ഷെ അതല്ലാണ്ട് ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഇല്ല. ഓക്കെ. ഇതില് ദിവ്യ ഏറ്റവും കൂടുതൽ വേറൊരു ഭാഗ്യം ലഭിച്ചത്, ഒരേ പേര്, എന്റെ അമ്മയുടെ പേരും അത് തന്നെയാണ്, മായ. ആ പേര് ദിവ്യക്ക് ഭയങ്കര ലക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ആ പേരിൽ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടാണ്. എനിക്ക് തോന്നുന്നു 4-5 കഥാപാത്രങ്ങൾക്ക് മായ എന്നുള്ള സിനിമയിലാണ്. ഓർമ്മയുണ്ടോ അത് ഏതൊക്കെ സിനിമയിലായിരുന്നു? ഒന്ന് മായമ്മയാണ് ശുരത്തിലെ, പിന്നെ ആകാശഗംഗയിലും മായയാണ്, പ്രണയവർണ്ണങ്ങളിലും മായയാണ്, ഇനി ഒന്നിലും കൂടെ ഉണ്ട്, സൂര്യപുത്രൻ. യെസ്, എന്റെ ഓർമ്മയിലും 4 മായ തന്നെയായിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളും അല്ലേ? ഓക്കെ. അപ്പൊ ഒരു പ്രത്യേക ഒരു അടുപ്പ് ആ ഒരു പേരിനോട് നമുക്ക് തോന്നില്ലേ? തീർച്ചയായിട്ടും അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയാ ക്യാരക്ടേഴ്സ് ആണ് അതെല്ലാം. പിന്നെ എൻ്റെ കരിയറിലും ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസസ് കിട്ടിയ സിനിമകളാണ് അതെല്ലാം. അതെ. ഇപ്പൊ ഈയിടെ ദിവ്യയുടെ വൈറലായ ഒന്നാണ് മോള് കാലിൽ ചിലങ്ക കെട്ടിത്തരുന്ന ഒരു വീഡിയോ. ഇൻസ്റ്റയിലൂടെ ദിവ്യ തന്നെ ഇട്ട്, നമുക്ക് അതൊന്ന് കാണാം വീഡിയോ. ഇങ്ങനത്തെ കുറെ ട്രഡീഷൻസ് നമ്മള് ആദ്യത്തെ 3-4 ഇയേഴ്സ് ഇവര് നമ്മുടെ കൂടെ ഇത്രയും അവൈലബിൾ ആയിട്ടുള്ളല്ലോ. അപ്പൊ ഇത് നവരാത്രിക്ക് ഞങ്ങളവിടെ ഒരു മീനാക്ഷിയുടെ അമ്പലമുണ്ട്. അപ്പോ ആ അമ്പലത്തില് പോവും, അവിടുത്തെ ഡെക്കറേഷൻ ഒക്കെ കാണാനും പിന്നെ അവിടെ ഇങ്ങനെ നൃത്താർച്ചന സമർപ്പിക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ഞാൻ പോയി ഡാൻസ് ചെയ്യാറുണ്ട്, എല്ലാ വർഷവും പോവാറുണ്ട്. അപ്പോ ഈ വർഷം ഇങ്ങനെ ഈ ഒരു ഏജിൽ നമുക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെ ഇപ്പോഴേ മനസ്സിലാക്കിയാൽ അവരതിനു വേണ്ടി നോക്കിയിരിക്കുമല്ലോ നമ്മുടെ ഫെസ്റ്റിവൽസിനും അതൊക്കെ. അപ്പൊ അങ്ങനെ കൊണ്ടുപോയത്. അപ്പോ അത് ചെറുപ്പം തൊട്ടേ ക്ലാസ്സിലും ഒക്കെ കണ്ടിട്ട് ഇപ്പോ ചിലങ്ക അല്ലെങ്കിൽ ഡാൻസിന് ഷോള് കെട്ടണത് അതൊക്കെ ഇവരിങ്ങനെ ഇപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവണം എത്രത്തോളം കുട്ടികൾ അങ്ങനെ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അതിപ്പം ഐഷു ഇപ്പൊ ഇത്ര ചെറുതാണ്, അപ്പൊ ഐഷുകുട്ടി ചെറുതായതുകൊണ്ട് അവൾ ഇങ്ങനെ കൂടെ നിന്ന് എല്ലാം ചെയ്തായിട്ട് തരും. മീനാക്ഷി ഇപ്പൊ കുറച്ചും കൂടെ ബിഗായി. അപ്പൊ അവള് വന്നിട്ട് അമ്മ ഇങ്ങനെ ചെയ്യണം, ഇതാണ് ഇപ്പൊ കുറച്ചും കൂടെ ഭംഗി. അല്ലെങ്കിൽ ഇവർ പെൺകുട്ടികളും കൂടി ആകുമ്പോഴത്തേക്ക് അവരും ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കും. എന്നിട്ട് ഇവരായിട്ട് വന്നിട്ട് ഇപ്പൊ ഈവൻ ഐശ്വര്യ പോലും വളരെ ചെറുത് അവരായിട്ടും സജഷൻസ് തരാറുണ്ടാവില്ലേ? അമ്മ ഇത് നല്ലതാട്ടാ, അല്ലെങ്കിൽ ഇത് മോശാട്ടാ, അങ്ങനെ പറയൂ അവരും? ഇല്ല, do you know what contouring is ഒക്കെ ചോദിക്കും. പഠിച്ചത് എല്ലാ ദിവസവും രാവിലെ എന്റെ ജോ ലൈൻ ഒക്കെ ആണോ അമ്മ? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ജോ ലൈനിന്. മീനാക്ഷിയുടെ കാര്യം ഞാൻ പറഞ്ഞു. So is my jawline sharp? What do you think? എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഷാർപ്പാ, നല്ലതാ. പിന്നെ നെയിൽ ആർട്ട് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ പറയും ഇപ്പളേ ഇങ്ങനെ ചെയ്ത് തുടങ്ങണ്ട, നഖത്തിന് നാച്ചുറൽ ഭംഗിയൊക്കെ പോകും എന്നൊക്കെ പറയാം. അപ്പൊ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ചിലപ്പോ നമ്മൾ അൾത്ത ഇടുമല്ലോ ഡാൻസിന്. അപ്പോ അതിനിപ്പോ നീലയും കറുപ്പും ഒക്കെ നെയിൽ പോളിഷ് ഇട്ടാ ഭയങ്കര അപ്പോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആദ്യം അതായത് മീനാക്ഷിയെ കൊണ്ട് ചെയ്യാൻ പറ്റണത് സെൽഫായിട്ട്, ബാക്കിയൊക്കെ ഞാൻ എവിടെയും കൈ കടത്താൻ സമ്മതിക്കൂലല്ലോ. മേക്കപ്പ് ഞാൻ ചെയ്യും, മുടി ഞാൻ കെട്ടും, അങ്ങനെ ഇവരൊന്നും നിങ്ങളതൊന്നും അഭിപ്രായം പറയണ്ട, എനിക്കെല്ലാം അറിയാം, ഇവിടെ ഇരിക്കണം എന്നുള്ള രീതി ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ്. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു വൈബ് ഞാൻ കൊടുക്കണുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അമ്മ ഞാൻ നെയിൽ പോളിഷ് ഇട്ടു ഒരു ഭയങ്കര ബ്ലൂ ഇട്ടോണ്ട് വന്നു. കോസ്റ്റ്യൂമിന്റെ കളറായിരുന്നു. ഹൗ ഇസ് ഇറ്റ്? ഞാൻ ഇത് ആരെങ്കിലും ഇടോ?
ഓ അങ്ങനെയാണോ, അങ്ങനെയൊക്കെ അങ്ങനത്തെയൊക്കെ ക്ലാഷുകളൊക്കെ വരാറുണ്ട്. പക്ഷെ രസാണ്, കാരണം ഇവരിതൊക്കെ നോക്കി അവരുടെ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. അല്ല, പെൺകുട്ടികൾ നമ്മളെ കൂടെ ഇങ്ങനെ വരുമ്പോ അവരും ഇപ്പൊ അവർക്ക് കുറെ കൂടെ നമ്മളെക്കാളും കൂടുതൽ ഇതുപോലത്തെ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവരും അതുമായിട്ട് കൊണ്ടുവന്ന് വരുമ്പോ അവരിങ്ങനെ നമ്മൾ ഓരോന്നിനും ഒരുങ്ങുമ്പോ അവരിങ്ങനെ ശ്രദ്ധിക്കും. എന്നിട്ട് അവരിങ്ങനെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമന്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മള് ഉടുക്കണത് ഇപ്പൊ ഐശ്വര്യക്കൊക്കെ സാരി സെലക്ഷൻ ഒക്കെ ഉണ്ട്. ഇന്ന ദിവസം ഇന്നത് ഉടുക്കൂ, ഇന്ന് ഇത് ഉടുത്താ മതി. നമ്മളില്ല, ഇത് വേണ്ട, അല്ല ഇത് നല്ലതാണ്. പിന്നെ എല്ലാം ഇവർക്ക് വലിയ മാച്ചിങ് കാര്യമാണ്. ഉടനെ അതിന്റെ ഇപ്പോ നീല സാരിക്ക് നീല പൊട്ട്, നീല വള, ഇതെല്ലാം എടുത്ത് ഇങ്ങനെ വെച്ച് ഞാൻ പറഞ്ഞു നല്ലതാ, ചെയ്തോ, കറക്റ്റ് ആയിട്ട് ചെയ്തടുക്കി തരും. ഇപ്പൊ ഡാൻസിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ചോദിക്കട്ടെ, ഇപ്പൊ ഈയിടെ അടുത്ത് നമ്മുടെ ഡാൻസേഴ്സിന് എല്ലാവർക്കും ഇതാവുന്ന ഒരു ഇപ്പം സംസാര വിഷയമായ ഒന്നാണ്, നമ്മുടെ സ്കൂൾ യുവജനോത്സവ സമയത്ത് പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ പൈസ ചോദിച്ചു എന്ന് പറയുന്നത്. ദിവ്യയുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? അതിനകത്ത് ചോദിച്ചത് കൊണ്ട് തെറ്റായിട്ട് ദിവ്യക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ഇത്ര ന്യൂസേ വന്നിട്ടുള്ളൂ. ഇത് എന്റെ എന്താ പറയാ, വർക്ക് ലോഡ്, അതായത് എന്താണ് എക്സ്പെക്ടേഷൻ, വർക്ക് ലോഡ് എന്തായിരുന്നു, എത്രത്തോളം കാര്യങ്ങൾക്കാണ്, അതിന്റെ ഒന്നും ഡീറ്റെയിൽസ് അറിയില്ല. അപ്പൊ നമ്മളെങ്ങനെ അഭിപ്രായം പറയും? അപ്പൊ നമ്മളിപ്പോ ക്രിയേറ്റീവ് സ്പേസ് ഉണ്ട് ഒരാളുടെ മനസ്സിന്, പിന്നെ ഒരാളുടെ സമയമുണ്ട്, ഇല്ലേ? സോ രണ്ടിനും വിലയുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരാളിൽ നിന്നും നമ്മളിപ്പോ ആരുമാകട്ടെ, നമ്മള് ഒരാളുടെ സമയം വാങ്ങുമ്പോ നമ്മള് അതിന് ഉള്ള കേർട്ടസി നമ്മൾ കാണിക്കാറുണ്ടല്ലോ. അത് ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ കാണിക്കില്ലേ, കേർട്ടസി കാണിക്കും ഒരാളുടെ സമയത്തിന്. അപ്പോ എത്രത്തോളമാണ് അതൊക്കെ ആവശ്യപ്പെട്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇനി എത്രത്തോളം ആണേ പോലും ഇപ്പൊ ഗവൺമെന്റിന്റെ അടുത്തായിക്കോട്ടെ, ഏതൊരാളുടെ അടുത്താണേലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ പൈസ ചോദിക്കുന്നതിനകത്ത് തെറ്റില്ല, അല്ലേ? നമ്മള് ഫ്രീ ആയിട്ടല്ല ആരുടെ അടുത്ത് ഒന്നും ചെയ്യും, നമ്മൾ പകരം ചെയ്തു കൊടുക്കുന്നുണ്ട്, അല്ലേ? അതെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളുടെ ഒരു പ്രസൻസിനോ മോട്ടിവേഷനോ അത് പല രീതിയിൽ നമുക്ക് അതിനെ നോക്കാം, പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ഇപ്പോ നമ്മളോട് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്രാഫ്റ്റ് അല്ലേ? അതെ. അപ്പോ അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സമയം കൊണ്ട് തന്നെയാണ് നമ്മളുടെ പേര് അവിടെ വരുന്നത്, അല്ലേ? അതായത് ഇപ്പൊ ഇത്രയും പേരെ സമീപിക്കാം എന്നുള്ളതിൽ നമ്മളും ഒരു ആളാവുന്നത് എങ്ങനെയാ? അത് നമ്മൾ നമ്മുടെ പേരൻസ് വിട്ട് എഫേർട്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ. ഇപ്പം ആശാശരത്താണെ പോലും ചേച്ചിയൊക്കെ ഇതിന് സപ്പോർട്ടീവായിട്ട് തന്നെയാണ്. ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നതിനകത്ത് തെറ്റുള്ളതായിട്ട് ആർക്കും തോന്നുന്നില്ല. മാത്രമല്ല ഇപ്പൊ ഞാൻ ഉൾപ്പെടെയാണേലും പറയാം, നമ്മുടെ പ്രൊഫഷണലില് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ പൈസ ചോദിച്ചു തന്നെ വാങ്ങിക്കണം, അല്ലേ? ദിവ്യക്കും അതിനോട് യോജിപ്പ് തന്നെയാണ്, അല്ലേ? കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ അവിടെ തന്നെ പലരും ഇങ്ങനെ പലതിനും സമീപിക്കുമ്പോഴും നമ്മൾ എത്ര വീട് ഒതുക്കിയിട്ടാണ് നമ്മൾ പോകേണ്ടത്, അതൊരു സൈഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള, സോ നമ്മൾ എല്ലായിടത്തും നമ്മളുടെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊണ്ട് തന്നെയാണ് ഇത് ഫുൾ ടൈം പ്രൊഫഷനായിട്ട് എന്തുകൊണ്ടാണ് എല്ലാവർക്കും എടുക്കാൻ പറ്റാത്തത്. ഇതൊരു വലിയ കൺസേൺ തന്നെയാണ്. ഫുൾ ടൈം പ്രൊഫഷണൽ ആർട്ട്, ഡാൻസ്, പെയിന്റിങ്, മ്യൂസിഷ്യൻ ഒക്കെ ആയിട്ടുള്ളത് ഒരുപാട് കഴിവുള്ള കുട്ടികളുടെ പേടി ഇതാണ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ എന്നുള്ളത് ഒരു പേടി തന്നെയാണ്. അപ്പോ അതിന് ഇത്തരം സന്ദർഭങ്ങൾ കുറച്ചുകൂടെ ആ പേടി കൂട്ടുകയേ ചെയ്യുള്ളൂ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മള് അതാരും ആയിക്കോട്ടെ, നമ്മളുടെ ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എബിലിറ്റി ഉണ്ടോ അവർക്ക് എന്താ, അങ്ങനെ നമ്മൾ വേറെ ഒരു മേഖലയിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഒരു ഡോക്ടറിന്റെ അടുത്താണെങ്കിലോ എഞ്ചിനീയറിന്റെ അടുത്താണെങ്കിലോ ഒന്നും നമ്മൾ അങ്ങനെ ആ ഒരു തോട്ട് വരുന്നില്ല. അവര് ചെയ്യുന്നതിന് നമ്മൾ ഫീസ് കൊടുക്കുന്നുണ്ട് അവിടെ. അങ്ങനെ അല്ലേ? അങ്ങനെ അതിപ്പോ നമ്മൾക്ക് പല സന്ദർഭങ്ങളിലും നമ്മളത് ചിന്തിക്കുന്നില്ല. പക്ഷെ ഇപ്പോ കലയുടെ മേഖലയില്
ഈ കല എന്ന് പറഞ്ഞാൽ എല്ലാ കലകളും, ഞാൻ ഇൻക്ലൂഡിങ് സിനിമയാണ് പറയുന്നത്, അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്. അപ്പൊ ദിവ്യക്ക് എപ്പോഴെങ്കിലും ദിവ്യനെ ആരെങ്കിലും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആക്കിയെന്നോ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു സംസാരം വരാത്ത രീതിയിൽ നമ്മള്, അതായത് നമ്മൾ ചോദിച്ചില്ല അവരും ചോദിച്ചില്ല, അങ്ങനത്തെ രീതിയിൽ നമ്മൾ ധാരാളം വന്നിട്ടുണ്ട്. അല്ല, ധാരാളം നമ്മള് പക്ഷെ മനസ്സ് സന്തോഷത്തോടെ തന്നെയാണ്. കാരണം ബന്ധങ്ങളുടെ പേരിലും അവരുടെ എന്താ പറയാ, അവർക്ക് അത് എന്തോ ആയിക്കോട്ടെ, ഇത് അസോസിയേഷൻ ആയിരിക്കാം, പ്രോഗ്രാംസ് ആയിരിക്കാം, പിന്നെ അമ്പലങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു മനസ്സിലാണല്ലോ നമ്മളായിട്ട് ചെയ്തു കൊടുക്കുന്ന അങ്ങനെ തന്നെയാണ്. നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഫ്ലാഷ് ആയിട്ട് വന്നിട്ടില്ല എവിടെയെങ്കിലും എന്തെങ്കിലും എന്നുള്ള രീതിയിൽ ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് അറിഞ്ഞു തന്നെ, ഓ ഇത് നിങ്ങള് ഇങ്ങനെ ആവുമല്ലോ, അപ്പൊ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചിലപ്പോൾ സക്സസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഓർഗനൈസേഴ്സിന് അങ്ങ് അറ്റം വരെ കൊണ്ടെത്തിക്കാൻ പറ്റാണ്ട്, ഇവിടെയല്ല പുറത്ത് നമ്മളെ, അത് വലിയൊരു എക്സ്പെൻസ് ആണല്ലോ, ഇവിടുന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോ നമ്മളോട് ഗേറ്റ് കളക്ഷൻ വന്നിട്ട് നമ്മള് സെറ്റിൽ ചെയ്യാട്ടോ എന്നൊക്കെ വരെ പറഞ്ഞിട്ട് നമ്മള് ഇല്ല കേട്ടോ, ഇറ്റ്സ് ഓക്കെ, നമുക്ക് മനസ്സിലാവും, അങ്ങനെ അത്രയും വരെ. സോ നമ്മൾ എല്ലാം കണ്ടിട്ടുണ്ട്. ആളുകളുടെ സിറ്റുവേഷൻ, അത് അന്നേരത്തെ ഒരു റെസ്പോൺസ്, നമുക്കത് കറക്റ്റ് ആയിട്ട് ഒരു വിവേകം വരും ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് എന്റെ എക്സ്പീരിയൻസ്. ഓക്കെ. ഈ നേരത്തെ അമ്മ ഫോട്ടോ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നതും അമ്മയുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്നേരം ഞാൻ ചോദിക്കാൻ വിട്ടുപോയെന്നുണ്ട്, ദിവ്യ സിനിമയിൽ വന്ന സമയത്ത് എന്നൊക്കെ പറയണത് ആൾക്കാർ സ്നേഹം അറിയിക്കുന്നത്, ഈ ഫാൻസ് എല്ലാവരും ലെറ്റേഴ്സ് അയച്ചിട്ടായിരുന്നു. ഒരുപാട് ലെറ്റേഴ്സ് ഒക്കെ അന്ന് ഒരുപാട് വന്നിട്ടുണ്ടാവണം. അതിൽ ഏതെങ്കിലും ഇന്നും സൂക്ഷിച്ച്, ചില ലെറ്റേഴ്സ് നമുക്ക് ഭയങ്കര എന്താ പറയാ, നമ്മൾ ഭയങ്കര ഫീലിംഗ് നമുക്ക് തട്ടും അല്ലെ, ചിലരുടെ വളരെ ആത്മാർത്ഥപരമായിട്ടുള്ള ലെറ്റേഴ്സും അതിനകത്ത് പലതരത്തിലുണ്ടാവും, കുറെ ലവ് ലെറ്റർ പോലത്തെ ഉണ്ടാവും, ചിലർ ആത്മാർത്ഥമായിട്ട് ചിലത്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓർമ്മ ഇന്നും സൂക്ഷിച്ചു വെക്കുന്ന ഏതെങ്കിലും ലെറ്റർ ഉണ്ടോ? ഇല്ല, സൂക്ഷിച്ചു വെച്ചിട്ടില്ല. പക്ഷെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എവിടെയോ, വഴിപാട് കഴിച്ചിട്ട് മുടങ്ങാണ്ട് പ്രസാദം വരുമായിരുന്നു. എല്ലാ മാസം 1-ാം തീയതി കുറെ നാളത്തേക്ക് വരുമായിരുന്നു. ആരാ ചെയ്യുന്നതെന്നറിയോ? അവരുടെ ഇല്ല, ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇല്ല ഇല്ല, വേറെ ആരോ ദിവ്യക്ക് വേണ്ടിയിട്ട്, ദിവ്യ ഉണ്ണിയുടെ പേരിലാണ് വഴിപാട്. പുഷ്പാഞ്ജലി രസീത് ഉണ്ടാവും, അതും പ്രസാദവും വരും. വേറെ ആരോ ദിവ്യക്ക് വേണ്ടി ചെയ്തത്. ഇപ്പൊ എന്തെങ്കിലും മാഗസീന്റെ മുഖചിത്രം വന്നിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കും പൊതിഞ്ഞിട്ട്, എന്റെ കവർ വന്നിട്ടുണ്ടെങ്കിൽ അതില് പ്രസാദം പൊതിഞ്ഞ്, അതിലൊക്കെ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ വായിക്കാറുണ്ടായിരുന്നു ഈ വരുന്ന ലെറ്റേഴ്സും ഇതെല്ലാം? വായിക്കാറുണ്ട്. ആണോ? 3 റൗണ്ട്, അമ്മ, അച്ഛൻ, ഞാൻ, അങ്ങനെ. ഓ, എല്ലാരും വായിക്കാറുണ്ട്. എല്ലാരും വായിക്കാറുണ്ട്. കാരണം നമ്മൾ എപ്പോഴും വരില്ലല്ലോ, നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റേ ലൊക്കേഷന്റെ ഗ്യാപ്പിലല്ലേ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പൊ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്ത്, വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ളത്, ചിലപ്പോ സിനിമ കണ്ടിട്ട് എഴുതണവരുണ്ടാവല്ലോ. ഇന്നതൊക്കെയാണ് മിസ് ചെയ്യണം. അതിനൊക്കെ ഒരു ഡിഫറെന്റ് ഫീല് തന്നെയാണ്. അങ്ങനെ അങ്ങനത്തെ ലെറ്റേഴ്സ് വായിക്കുക, വരിക എന്നൊക്കെ പറഞ്ഞത് 1-on-1 ആയിട്ടുള്ളതല്ലേ. ഇപ്പൊ അത് പോസ്റ്റ് വഴി നമ്മള് എല്ലാരിലേക്കും എത്തിക്കുന്നു, എല്ലാവർക്കും ഒരേ ഇൻഫർമേഷൻ ചെന്നിട്ട് അതിന്റെ റെസ്പോൺസ് ആയിട്ടാണല്ലോ വരുന്നത്. അതെ. ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ഓർമ്മക്കുറിപ്പ് എന്നാണ് സെഗ്മെന്റിന്റെ പേര്. ആ ഫോട്ടോസ് കണ്ടു കഴിയുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ദിവ്യയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന നല്ല നല്ല മെമ്മറീസ് അതെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. നോക്കിക്കോളൂ. ഫസ്റ്റ് ഫോട്ടോ. ഓ, ഇത് ശോഭനേച്ചിയുടെ ഫസ്റ്റ് മൂവി, ഏപ്രിൽ 18-ന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു ആഡ്, ഞാനും അമ്മയാണ് അത് എന്റെ സ്കൂൾ യൂണിഫോം ഒന്നും അല്ല, അത് ആ യൂണിഫോം അവര് തീരുമാനിച്ചത്. ഒരു ദിവസം എടുത്തതാ, വെറുതെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തതാ. അപ്പൊ അതിന്റെ ഈ ബബിളില് പരസ്യം, പത്രപരസ്യമാണ് അത്. അമ്മ ഇന്ന്, എനിക്ക് എക്സാക്ട് വേർഡ്സ് ഓർമ്മയില്ല, പക്ഷെ അമ്മ നമ്മൾ ഇന്ന് എന്താ ചെയ്യണേന്നോ, ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്, അത് നമുക്ക് പോയി കാണാം. ആ ശരി അമ്മ. അങ്ങനെ ഏപ്രിൽ 18-ന്റെ പരസ്യം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള പരസ്യമാണ്. ഓക്കേ, ഇനി അടുത്ത നോക്കാം. ഇത് സുരേഷ് ചേട്ടന് അമ്പലത്തില് വന്നപ്പോ, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തില് ഈ ഉത്സവത്തിന്റെ പിരിവ് ഉദ്ഘാടനം ഉണ്ടാവുമല്ലോ, ഉത്സവത്തിന് ഒരു 3 മാസം മുമ്പ്. അതെ, അതിന്റെ ഇതിനപ്പൊ ഞാൻ ഓട്ടോഗ്രാഫ് വാങ്ങണതാ. അതെ അതെ.
പിന്നീട് ആ വ്യക്തിയുടെ കൂടെ അഭിനയിക്കുകയായി. പിന്നെ ഇന്നിപ്പോ സ്വന്തം ചേട്ടനെ പോലെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ, ശരിക്കും നമ്മുടെ ലൈഫിലെ നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മൾ അന്നേരമൊക്കെ അന്ന് ഓട്ടോഗ്രാഫ് വാങ്ങാൻ നിൽക്കുമ്പോ ഒരിക്കലും വിചാരിക്കുന്നില്ല അറിയുന്നില്ല ഇങ്ങനെ ഒരു ബന്ധം നിങ്ങളുടെ ഇടയിലേക്ക് വരും എന്നുള്ളത്. ശരിക്കും ഓരോ നിമിത്തങ്ങൾ. ഇനി ഈ പിക്ചർ, ഇത് ദാസേട്ടൻ ഹ്യൂസ്റ്റണില് കച്ചേരി അവതരിപ്പിക്കാൻ വന്നപ്പോ ഞാൻ അവിടെ സ്റ്റേജിൽ അത് കഴിഞ്ഞിട്ട് മീറ്റ് ദ ആർട്ടിസ്റ്റ് സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് സംസാരിച്ചതാണ്. ഓക്കെ, അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ, ഇത് ഐശ്വര്യ ഞാനുമാണ്. ഓക്കെ. ഇപ്പം ഇത് ദിവ്യ ഇപ്പൊ 3 പ്രഗ്നൻസിയിലും എന്തെങ്കിലും ദിവ്യക്ക് എന്തെങ്കിലും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ? ഇല്ല, നാച്ചുറൽ ഡെലിവറീസ് ആയിരുന്നു 3. ഓക്കെ. പക്ഷെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. മീനാക്ഷിയും ഐശ്വര്യയും 10 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ട്. അല്ലാതെ പ്രഗ്നൻസി പീരീഡിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ക്ഷീണോ വയ്യായികയോ അങ്ങനത്തെ? ഐശ്വര്യയുടെ പ്രഗ്നൻസിയിൽ ഞാൻ 8th month വരെ പെർഫോം ചെയ്തിരുന്നു. ആണല്ലേ? 8th month വരെ പെർഫോം ചെയ്തിരുന്നു. നാട്ടിലേക്ക് യാത്രകൾ, എനിക്ക് തോന്നുന്നു ആ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഒരു 3 തവണയെങ്കിലും നാട്ടിൽ വന്നു പോയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് പെർഫോം ചെയ്തത് നവംബർ 1st വീക്കിനാണ്. ഐശ്വര്യ ജനുവരിയിലാണ് ജനിച്ചത്. ആ ലാസ്റ്റ് ഇതുവരെ. പക്ഷെ അപ്പൊ അതൊരു എന്താ പറയാ, പുതിയ അറിവായിരുന്നു. അർജുന്റെ ഒക്കെ സമയത്ത് കുറച്ചും കൂടെ ഇങ്ങനെ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് അത് ഡാൻസ് ആ വർഷം എനിക്ക് തോന്നുന്നു ആ ഒരു വർഷം മാത്രമാണ് ഞാൻ ആനുവൽ ഇവന്റ് പോലും ഞാൻ പ്ലാൻ ചെയ്തില്ല. കാരണം ഇനി ഞാൻ എക്സേർട്ട് ചെയ്താലോ എന്നൊക്കെ. ഫസ്റ്റ് ഡെലിവറി ആകുമ്പോ നമുക്ക് ഒന്നും അറിയില്ലല്ലോ, പേടിയാ. നമ്മൾ ഇങ്ങനെ അനങ്ങിയാൽ കുഴപ്പമുണ്ടോ, ഇങ്ങോട്ട് അനങ്ങിയാൽ കുഴപ്പമുണ്ടോ, അപ്പൊ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കും. സെക്കൻഡ് പക്ഷെ ക്ലാസ്സസ് എടുത്തിരുന്നു. എല്ലാ പിള്ളേരുടെയും 28 കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ച് ക്ലാസ്സിലേക്ക് പോയിരുന്നു. ആ ഒരു 28 days കഴിഞ്ഞിട്ട്. അത് നല്ലതല്ല, ശരിക്കും കുറച്ചുനാളും കൂടെ ഒക്കെ റെസ്റ്റ് എടുക്കണം എന്നാണ്. പക്ഷെ നമ്മളുടെ അങ്ങനെ ഫുൾ ഇരുന്നിട്ടുള്ള ജോബ് അല്ലാത്തോണ്ടും വൈകുന്നേരം 3-4 hours ആണ് മെയിൻ ജോലി. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പതുക്കെ ക്ലാസ്സുകൾ തുടങ്ങിയിരുന്നു. മീനയുടെയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഐശ്വര്യയുടെ ആയപ്പോ ഞാൻ പ്രോഗ്രാംസ് എടുക്കട്ടെ എന്നിങ്ങനെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇഫ് യു ആർ കംഫർട്ടബിൾ. അപ്പൊ ഞാൻ പിന്നെ സ്റ്റാമിനയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ പ്രാക്ടീസും, കാരണം നമ്മുടെ പ്രോഗ്രാംസ് 2 മണിക്കൂറല്ലേ, സോളോ പെർഫോമൻസ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മള് പക്ഷെ ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പൊ അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണ്ണാർശാലയില് പ്രോഗ്രാം ചെയ്തു, ഗുരുവായൂർ ചെയ്തു. ഗുരുവായൂർ ഞാൻ ഈ കുഞ്ഞു വയറ്റിലുള്ളപ്പോ ഞാൻ പ്രഹ്ലാദന്റെ കഥ ചെയ്തു. അപ്പൊ സ്റ്റേജില് ആക്ച്വലി എനിക്ക് അങ്ങനെ മൂവ്മെന്റ് ഫീൽ ചെയ്യണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ചെറിഷ് ചെയ്യാനുള്ള മെമ്മറി. കാരണം അത് അതിന്റെ വാല്യൂ തന്നെ ഈ വയറ്റില് കിടന്ന് കഥ കേട്ടിട്ട് വിഷ്ണുവിന്റെ അങ്ങനെയാണല്ലോ പ്രഹ്ലാദന്റെ സ്റ്റോറി തന്നെ അങ്ങനെയാണ്, നരസിംഹത്തിന്റെ അവതാരത്തിന്റെ. അപ്പൊ നരസിംഹാവതാരം കഥയാണ് ഞാൻ അവതരിപ്പിച്ചത്, വൺ ഓഫ് ദ ഐറ്റംസ്. പക്ഷെ എനിക്ക് ആ സ്റ്റേജിൽ, സാധാരണ സ്റ്റേജിൽ നമ്മള് ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും. പക്ഷെ അതിന്റെ ആ ഇൻവോൾവ്മെന്റിന്റെ ഇടയ്ക്കും എനിക്ക് മൂവ്മെന്റ് ഫീൽ ചെയ്തു. അപ്പൊ അതൊക്കെ എനിക്ക് I cannot even വാക്കുകൊണ്ടേ പറയാം, I cannot explain it. അതൊരു വൺ ഓഫ് എ കൈൻഡ് മെമ്മറി ആണ്. ഭയങ്കരമായിട്ടും ഒരു നമ്മൾ എന്നും ഓർത്ത് വെക്കുന്ന ഒരു മെമ്മറി തന്നെയാണ്. മണ്ണാർശാലയിലും ഇതുപോലെ ആയിരുന്നു. ഞാനും അച്ഛനും കൂടെ അവിടെ തൊഴാനായിട്ട് ജൂൺ ജൂലൈ മാസത്തിലോട്ട്, ഇത് പ്രഗ്നൻസി കൺഫേം ആയ സമയത്ത് നമ്മൾ അവിടെ തൊഴാനായിട്ട് പോയതാണ് ആ വിസിറ്റിന്. അപ്പോഴും ഇത് കഴിഞ്ഞിട്ട് ഇനി പ്രോഗ്രാംസ് അധികം ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചു, ഇത് ഈ ന്യൂസ് അറിഞ്ഞതുകൊണ്ട്. അപ്പൊ മണ്ണാർശാലയുടെ നടയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, അന്നേരം അവിടെ സാധാരണ നൃത്ത പരിപാടികൾ ഉണ്ടാവാറുണ്ടാവില്ല. കുറച്ച് 2 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ പോസ്റ്റ് കണ്ടു, മേത്തിൽ ദേവിയ ചേച്ചിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ അടുത്ത വർഷമൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ പോയി തൊഴുത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഡാൻസും ഇപ്പൊ വെച്ച് തുടങ്ങിയില്ലേ, എനിക്ക് കളിക്കണം കേട്ടോ, എനിക്ക് താല്പര്യമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നടയിൽ നിന്ന് പറഞ്ഞു. അവിടെ അമ്പലത്തിന്റെ ആളുകള് തൊഴുതോന്നൊക്കെ ചോദിച്ച് വിശേഷം തിരക്കണം. പച്ചമഴ എന്താ ഇത് നടയിൽ നിന്നിട്ട് ഇങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇത്
ഈ ന്യൂസ് അറിഞ്ഞിരുന്നിട്ട് ഇതിപ്പോ എങ്ങനെ കളിക്കും? ഞാൻ പറഞ്ഞു അതിന് അവർ ഈ വർഷം വിളിക്കും അച്ഛാ. ഇത് പറഞ്ഞ് അവരിനി അടുത്ത തവണ കറക്റ്റ് അവര് ഒക്ടോബറിൽ വിളിച്ചു അതേ വർഷം തന്നെ. അതേ വർഷം തന്നെ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇപ്പൊ എന്താ? ഞാൻ പറഞ്ഞു ചെയ്യാം. അങ്ങനെ വന്നിട്ടാണ് മണ്ണാർശാലയിലും ചെയ്തു. അതും കുട്ടികളുടെ അങ്ങനെ ഉള്ള അമ്പലമാണ്, വിശ്വാസമുള്ള അമ്പലമാണ്. അങ്ങനെയൊക്കെ കുറച്ച് മെമ്മറീസ് ഉണ്ടായിരുന്നു തേർഡ് പ്രഗ്നൻസിയിൽ. അത് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട പിക്ചർ ജസ്റ്റ് ജനിച്ച് നെക്സ്റ്റ് ഡേ വീട്ടിൽ വന്നിട്ട് എടുത്ത ഫോട്ടോ ആണ്. ഫസ്റ്റ് ഫോട്ടോ നമ്മുടെ ഞങ്ങൾ ഒന്നിച്ച് വീട്ടിൽ വന്ന് കേറിയിട്ട് ആദ്യത്തെ പിക്ചർ ഫോട്ടോ ആണ്. ഓക്കെ, ഇനി ഈ പിക്ചർ ഇത് നമ്മുടെ ബ്യൂട്ടിഫുൾ സ്മൈലിൽ കിട്ടിയതാണോ? അതെ, ഇത് എന്താ ലിറ്റിൽ മിസ്, കണ്ടോ? ലിറ്റിൽ മിസ് ആലുവ. ഓക്കെ. ലിറ്റിൽ മിസ് ആലുവയാണോ അത്? ഞാൻ പറഞ്ഞില്ല, കണ്ട പാവാടയൊക്കെ പിടിച്ച് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ചിരിച്ചോണ്ട് നിക്കണം. ഒരു മുത്ത് കിരീടമൊക്കെ പലതരത്തിൽ. ചിലടത്ത് മെറ്റൽ കിരീടമായിരിക്കും കല്ല് വെച്ച്, ചിലടത്ത് മുത്ത് കിരീടമായിരിക്കും. നോക്കട്ടെ ഇനി അടുത്ത ഫോട്ടോ. ഇതാണ് നേരത്തെ പറഞ്ഞ സണ്ണി സ്കൂട്ടർ. ഞങ്ങളുടെ ഭവൻസിന്റെ യൂണിഫോം ആണ് അത്. ഓക്കെ, അതെ. തീർന്നോ? കഴിഞ്ഞു. ഓക്കെ, ഇതായിരുന്നു ഓർമ്മക്കുറിപ്പ്. കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നത്. ഓക്കെ, അമേരിക്കയിലെ സ്ഥിര താമസമാക്കിയത് സിനിമയിൽ നിന്നുള്ള പിന്മാറ്റത്തിന്റെ പ്രധാന കാരണമോ? ദിവ്യ ഉണ്ണി എന്നാണ് സിനിമയിലേക്ക്. കൊറേ പേര് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ചോദ്യമാണ്. പിന്മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ. ഇപ്പൊ വിളിച്ചിട്ട് അയ്യോ പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിനയിക്കില്ല എന്നറിയില്ലേ, എന്തിനാണ് ശല്യം ചെയ്യുന്നത്, അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല.